ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കാണുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് 2-3 ദിവസം മുന്നേ തന്നെ വന്നൊരു കപ്പലാണ്. വലിയൊരു മദർഷിപ്പാണ്. വന്നപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ബൾബസ്പോ കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായിട്ടും ബൾബസ്പോ കാണാൻ സാധിക്കും. അതായത് നല്ലൊരു കണ്ടെയ്നർ ഡിസ്ചാർജാണ് വിഴിഞ്ഞം പോർട്ടിൽ നടന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ കൊളംബോ പോർട്ടിലേക്ക് പോകുന്ന കപ്പലിന്റെ ഡീറ്റെയിൽ ആണ് നോക്കേണ്ടത്. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. നമ്മുടെ മുന്നിലൂടെ പോകുന്ന ഈ വലിയ കപ്പലിന് 299.9 മീറ്ററാണ് നീളം വരുന്നത്. 48.2 മീറ്ററാണ് ഷിപ്പിന്റെ ബെർത്ത്. 24.8 മീറ്ററാണ് ഷിപ്പിന്റെ ഡെപ്ത് വരുന്നത്. 16 മീറ്ററാണ് ഷിപ്പിന്റെ മാക്സിമം ഡ്രാഫ്റ്റ്. 9400 TEV കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഷിപ്പിന് 1400 TEV റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കും. ഇപ്പോൾ ഷിപ്പിന്റെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 10.5 മീറ്ററാണ്. 12.5 മീറ്ററാണ്. 5 മീറ്ററിലാണ് വിഴിഞ്ഞം പോർട്ടിൽ ഈ കപ്പൽ വന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കപ്പൽ മനസ്സിലായി കാണും. 100ാമതായി നമ്മുടെ പോർട്ടിൽ വന്ന MSC മിഖേല എന്ന് പറയുന്ന വലിയൊരു കപ്പലാണ് ഇപ്പോൾ കൊളംബോ പോർട്ടിലേക്ക് പോകുന്നത്. ബൾബസ്പോ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പൂർണ്ണമായിട്ടും ബൾബസ്പോയുടെ ഷേപ്പ് നമുക്ക് കാണാൻ സാധിക്കും. കപ്പലിനെ കടൽ ജലത്തെ കീറി മുറിച്ച് മുന്നോട്ട് പോയി. അതായത് ഈ കപ്പൽ ജലത്തിന്റെ പ്രഷർ പൂർണ്ണമായിട്ടും കപ്പൽ റെസിസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ബൾബസ്പോയുടെ ആ ഒരു ഷേപ്പ് പോലെ ഫ്രണ്ടിൽ നമുക്ക് കാണുന്ന ആ പോർഷൻ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അത് മാത്രമല്ല നമുക്ക് ഡ്രാഫ്റ്റും കാണാൻ സാധിക്കും. MSC മിഖേല എന്ന് പറയുന്ന ബാഡ്ജിങ് കാണാൻ സാധിക്കും. ഇപ്പോൾ നല്ലൊരു ഡിസ്ചാർജ് ആണ് കഴിഞ്ഞിട്ടുള്ളത്. 12.5 മീറ്റർ വിഴിഞ്ഞം പോർട്ട് ഡ്രാഫ്റ്റോടെ ആഴത്തിൽ വന്ന കപ്പൽ ഇപ്പോൾ 10.5 മീറ്ററാണ് ഇപ്പോൾ നിലവിലെ ഡ്രാഫ്റ്റ്. അതായത് 2 മീറ്ററോളം ഡ്രാഫ്റ്റ് പൂർണ്ണമായിട്ടും കുറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് ഈ ഡ്രാഫ്റ്റ് നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ നല്ലൊരു ഡിസ്ചാർജ് ഇവിടെ നടന്നു കഴിഞ്ഞു എന്ന് പറയുന്നത്. പല ഡക്കുകളും പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ ഈ ഡക്കെല്ലാം ഫുള്ളായിട്ടാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് കപ്പലുകൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ മത്സരം നടക്കുന്നത് ഫീഡർ വെസലാണോ മദർ വെസലാണോ നമുക്കൊരു സംശയമാണ്. ഫീഡർ വെസലിനെക്കാട്ടിയും കൂടുതൽ മദർ വെസൽ വരുന്ന കാഴ്ചയാണ് വിഴിഞ്ഞം പോർട്ടിൽ വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ നമ്മുടെ ബ്രിഡ്ജ് പോർഷനും നാവിഗേഷൻ എക്യുപ്മെന്റ്സും വളരെ ദൂരമായിട്ട് കാണാൻ സാധിക്കുമെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള കണ്ടെയ്നർ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അത് നമുക്കിവിടെ നോക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന ഡോൾഫിൻ ടഗുകളിൽ ഒരു ടഗ് നമുക്കിപ്പോൾ കപ്പലിനോട് ചേർന്ന് പോകുന്ന കാണാൻ സാധിക്കും. കാരണം പോർട്ടിലെ പൈലറ്റ് നിലവിൽ മിസ്റ്റർ തുഷാർ അദ്ദേഹം ടീമും കപ്പലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ച. ഇപ്പോൾ കപ്പലുള്ളത് നമ്മുടെ ബ്രേക്ക് വാട്ടർ കഴിഞ്ഞ്, അതായത് 2960 മീറ്ററോളം വരുന്ന ബ്രേക്ക് വാട്ടർ കഴിഞ്ഞിട്ടാണുള്ളത്. ഇപ്പോൾ നിലവിൽ നമ്മൾ കാണുന്നത് പോലെ ഈ പറയുന്ന പോർട്ടിലെ പൈലറ്റ് ടഗിൽ കയറിയതിനു ശേഷം ടഗ് പൂർണ്ണമായിട്ടും തിരിയുന്ന ഒരു കാഴ്ച ഇപ്പോൾ നമുക്ക് വളരെ മനോഹരമായ ദൃശ്യങ്ങൾ തന്നെയാണ്. എപ്പോഴും നമുക്ക് വിഴിഞ്ഞം പോർട്ടിൽ ധാരാളം കപ്പൽ വന്നു പോകുമ്പോൾ പൈലറ്റ് കയറുന്നതും ഇറങ്ങുന്നതും മനോഹരമായ 4 പടക്കുതിരകളാണ് വിഴിഞ്ഞം പോർട്ടിൽ ടഗുകളായിട്ടുള്ളത്. ഡോൾഫിൻ 26, 27, 28, 29 അങ്ങനെ മനോഹരമായ ആ ടഗിനെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ കാണുന്ന പോർഷനാണ് പോർട്ടിലെ പൈലറ്റ് കപ്പലിനകത്ത് പ്രവേശിക്കുന്നതിനുള്ള കപ്പലിൻ്റെ എൻട്രൻസ് പോർഷൻ എന്ന് പറയുന്നത്. അവിടെ ഒരു ലാഡർ നമുക്ക് കാണാൻ സാധിക്കും. ഹെവി അയൺ റോപ്സിൽ ടൈ ചെയ്തിട്ടുള്ള ലാഡറാണ് നമുക്കവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മളെ പോർട്ടിലെ പൈലറ്റായ മിസ്റ്റർ തുഷാർ അദ്ദേഹം നമ്മുടെ കപ്പലിൽ നിന്നും ടഗ് ബോർഡിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നമ്മൾ തൊട്ട് മുന്നേ കണ്ടതാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡോൾഫിൻ 27 എന്ന് പറയുന്ന ടഗാണ്. ഈ ടഗിലാണ് ഇപ്പോൾ പോർട്ടിലെ പൈലറ്റ് ഉള്ളത്. കാരണം ഇപ്പോൾ പോകുന്നത് ഈ ഒരു മദർഷിപ്പ് പോയി കഴിഞ്ഞാൽ, MSC മിഖേല പോയി കഴിഞ്ഞാൽ അടുത്തൊരു കപ്പൽ പോർട്ടിന് പുറത്തുണ്ട്. ആ കപ്പലിനെ നമ്മുടെ പോർട്ടിനകത്ത് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഡോൾഫിൻ 27 എന്ന് പറയുന്ന ടഗ് ഇപ്പോൾ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല നമ്മുടെ MSC മിഖേല എന്ന് പറയുന്ന കപ്പൽ ഇപ്പോൾ കൊളംബോ പോർട്ടിലേക്കാണ് പോകുന്നത്. പല കപ്പലുകളും ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ വന്ന പല കപ്പലുകളും കൊളംബോ പോർട്ടിലല്ല പോകുന്നത്. സിംഗപ്പൂരിൽ നിന്നും യൂറോപ്പിലേക്ക് തന്നെയാണ് പല കപ്പലുകളും പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കൊളംബോ പോർട്ടിനെ പൂർണ്ണമായിട്ടും ഈ പറയുന്ന അവോയ്ഡ് ചെയ്യുന്നതല്ല പല കപ്പലുകളും. പക്ഷേ എനിക്ക് തോന്നുന്നു കൊളംബോ പോർട്ടിലേക്ക് അൺലോഡ് ചെയ്യേണ്ട കണ്ടെയ്നർ ഉൾപ്പെടെ ചിലപ്പോൾ വിഴിഞ്ഞം പോർട്ടിൽ അൺലോഡ് ചെയ്യുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെയാകാം മദർഷിപ്പുകൾ ഇത്രത്തോളം വലിയൊരു ഡിസ്ചാർജിങ് വിഴിഞ്ഞം പോർട്ടിൽ നടത്തുന്നത്. അതുമാത്രമല്ല നമ്മുടെ പോർട്ടിൽ വരുന്ന ഫീഡർ വെസലുകളെല്ലാം കപ്പലിൻ്റെ അടുത്ത് പോകേണ്ട പോർട്ടിൻ്റെ ഷെഡ്യൂൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മിക്ക ഷെഡ്യൂളും നമ്മുടെ ഈ പറയുന്ന കൊളംബോ പോർട്ടുണ്ട്, സിംഗപ്പൂർ പോർട്ടുണ്ട്. അതുമാത്രമല്ല ഇന്ത്യയുടെ പല സ്റ്റേറ്റിലേക്കും നിലവിൽ ഈ കപ്പൽ ഷെഡ്യൂൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരാഴ്ചയിൽ തന്നെ പൂർണ്ണമായിട്ടും വിഴിഞ്ഞം പോർട്ട് വന്നതിന് ശേഷം വിഴിഞ്ഞം പോർട്ടും ആ
ഫീഡർ വെസലിൻ്റെ ഷെഡ്യൂൾ ലിസ്റ്റിൽ സ്ഥിരമായിട്ട് ഇടം പിടിക്കുന്ന കാഴ്ചയും ഒരിക്കൽ വന്ന കപ്പൽ, അതായത് ചെറിയ കപ്പലാവട്ടെ വലിയ കപ്പലാവട്ടെ, ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന MSC വിവിയാന, അതായത് ഇന്നലെ ബെർത്തിനകത്ത് കയറി അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. 16.3 മീറ്ററാണ് ഡ്രാഫ്റ്റ്. ഏകദേശം 11:30 രാത്രി 11:30 നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൽ ബെർത്തി നടത്തി മൂറിംഗ് കഴിഞ്ഞത്. അപ്പോൾ അതുപോലുള്ള അത് 3-ാം തവണയാണ് MSC വിവിയാന വിഴിഞ്ഞം പോർട്ടിൽ വരുന്നത്. പല മദർഷിപ്പുകളും 2-3 പ്രാവശ്യം വരുന്നു. അങ്ങനെയാണെങ്കിൽ ഫീഡർ വെസലുകളെല്ലാം ആഴ്ചയിൽ ഓരോ പ്രാവശ്യം ഈ പറയുന്ന നമ്മളീ കാണുന്ന രാജ്യത്തിൻ്റെ പല ഭാഗത്തുമുള്ള പോർട്ടിലും ലോകത്തിൻ്റെ പല ഭാഗത്തും, ലോകത്തിൻ്റെ വെച്ചാൽ തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്ക ആയിക്കോട്ടെ, നമ്മുടെ സിംഗപ്പൂർ ആയിക്കോട്ടെ, പ്രധാന പോർട്ടുകളിലും ടൈ ചെയ്തിട്ട് നമ്മുടെ ഫീഡർ വെസലും പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലുത് എന്ന് പറയുന്നതിനെക്കാട്ടിയും ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബാണ് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട്. 2028 നമ്മുടെ ബെർത്ത് 2 കിലോമീറ്ററും ബ്രേക്ക് വാട്ടർ 4 കിലോമീറ്ററുമായി എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും. ആ വർക്കുകൾ കൂടി പൂർത്തിയാകുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ശതമാനം ഷിപ്പുകൾ വിഴിഞ്ഞം പോർട്ടിൽ തീർച്ചയായിട്ടും എത്തും എന്ന് പ്രതീക്ഷ തന്നെ. കുറച്ച്, അതായത് നമുക്കിപ്പോൾ ട്രാൻസ്ഷിപ്മെൻറ്റ് തുടങ്ങിയിട്ട് 4-5 മാസമേ ആയിട്ടുള്ളൂ. 5 മാസത്തിനിടയ്ക്ക് നമുക്ക് ഏകദേശം 2.5 ലക്ഷത്തിന് പുറത്ത് ട്രാൻസ്ഷിപ്മെൻറ്റ് നടന്നതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.